പശ്ചിമ ബംഗാളിൽ സിബിഐ തടഞ്ഞതിലൂടെ മമതാ ബാനർജി അഴിമതിയെ സംരക്ഷിക്കുകയാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ്. സിബിഐക്കെതിരായ നീക്കം രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണി. ഗവർണറുടെ റിപ്പോർട്ട് തേടിയെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം സിബിഐ നീക്കത്തിനെതിരെ ഇടതുപക്ഷം ഒഴികെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധിച്ചതോടെ ലോക്സഭയും രാജ്യസഭയും ഇന്നത്തേക്ക് പിരിഞ്ഞു. സിബിഐ നടപടിയിൽ പ്രതിഷേധിച്ച് മമതാ ബാനർജിയുടെ സത്യാഗ്രഹം പശ്ചിമബംഗാളിൽ രണ്ടാം ദിനവും തുടരുന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് ബിജെപി ആവശ്യപ്പെട്ടു. പശ്ചിമബംഗാളിലെ രാഷ്ട്രീയ നാടകങ്ങൾ പാർലമെന്റിന്റെ ഇരുസഭകളെയും പ്രക്ഷുബ്ധമാക്കി. എൻഡിഎ ഇതര കക്ഷികളോട് അകലം പാലിച്ചിരുന്ന ബിജു ജനതാദളിന്റെ ബിജെഡി, ശിവസേന തുടങ്ങിയവരും തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളോടൊപ്പം പ്രതിഷേധത്തിൽ പങ്കുചേർന്നു. സമാനതകളില്ലാത്ത സംഭവവികാസമാണ് പശ്ചിമബംഗാളിൽ നടന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് തിരിച്ചടിച്ചു. രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിന് ഭീഷണിയാണ് ബംഗാളിലുണ്ടായത്. അഴിമതിയെ സംരക്ഷിക്കുകയാണ് സർക്കാർ. ഗവർണറോട് റിപ്പോർട്ട് തേടിയെന്നും രാജ്നാഥ് സിംഗ് പാർലമെന്റിനെ അറിയിച്ചു. कल कलकत्ता में सीबीआई के अधिकारियों को उनको लॉफुल ड्यूटीज को करने से न केवल रोका गया बल्कि उन्हें कलकत्ता पुलिस द्वारा पुलिस थाने में डिटेन किया गया। मैं समझता हूं कि ऐसी घटना देश के इतिहास में अनप्रेसिडेंटेड है। जैसा कि इस सदन को अवगत होगा, सीबीआई को शारदा स्कैम की जांच करने की जिम्मेदारी ऑनरेबल सुप्रीम कोर्ट ऑफ इंडिया द्वारा दी गई है। പ്രതിപക്ഷ പാർട്ടികളെ നശിപ്പിക്കാനാണ് സിബിഐയെ സർക്കാർ ഉപയോഗിക്കുന്നതെന്ന് മല്ലികാർജുന ഖാർഗെ കുറ്റപ്പെടുത്തി. എന്നാൽ ബംഗാളിൽ മമതയുടെ തേർവാഴ്ചയാണെന്ന് ടിഎംസി വിമത എംപി സൗമിത്ര ഖാൻ പറയാൻ ശ്രമിച്ചത് തൃണമൂൽ അംഗങ്ങൾ തടഞ്ഞു. തുടർന്ന് സഭയുടെ മുമ്പിലേക്ക് ക്ഷണിച്ച സ്പീക്കർ എംപിക്ക് മറ്റൊരു മൈക്ക് നൽകി ആരോപണം ആവർത്തിക്കാൻ അവസരമൊരുക്കി. അതേസമയം ചിട്ടിതട്ടിപ്പ് കേസുകളിലെ സിബിഐ അന്വേഷണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരിലെ IPSകാരെ കുറിച്ച് ആഭ്യന്തര മന്ത്രാലയം അന്വേഷണം ആരംഭിച്ചു. പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി കേന്ദ്ര സർക്കാരിനെതിരെ നടത്തുന്ന സത്യാഗ്രഹം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു. മന്ത്രിസഭാ യോഗവും സത്യാഗ്രഹ പന്തലിൽ മമതാ ബാനർജി വിളിച്ചു ചേർത്തു. പശ്ചിമബംഗാളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തണമെന്ന് BJP ആസ്ഥാനത്ത് വാർത്താ സമ്മേളനം നടത്തിയ മന്ത്രി പ്രകാശ് ജാവദേക്കർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ദില്ലി. പശ്ചിമ ബംഗാൾ പോലീസ് സിബിഐ ഉദ്യോഗസ്ഥരെ കസ്റ്റഡിയിലെടുത്തതിനെതിരെ സിബിഐ നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. കൽക്കത്ത പോലീസ് കമ്മീഷണർ ചിട്ടി തട്ടിപ്പ് കേസിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് കണ്ടെത്തിയാൽ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് മുന്നറിയിപ്പ് നൽകി. സിബിഐ നൽകിയ ഹർജിയിൽ അത്തരം തെളിവില്ലെന്നും സുപ്രീംകോടതി ചൂണ്ടിക്കാട്ടി. കേസ് നാളെ രാവിലെ പരിഗണിക്കും. സിബിഐക്ക് വേണ്ടി സുപ്രീംകോടതിക്ക് മുമ്പിലെത്തിയ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്ന്, കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ ചിട്ടി ഫണ്ട് തട്ടിപ്പിന്റെ തെളിവുകൾ നശിപ്പിക്കുന്നു. എത്രയും വേഗം കൈവശമുള്ള തെളിവുകൾ ഹാജരാക്കാൻ നിർദ്ദേശം നൽകണം. രണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന ധർണയിൽ പങ്കെടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കണം. മറുപടി നൽകിയ ചീഫ് ജസ്റ്റിസ് അപേക്ഷയിലെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടി. കമ്മീഷണർ ചിട്ടി തട്ടിപ്പിലെ തെളിവുകൾ നശിപ്പിക്കുന്നുവെന്ന് ആരോപിക്കുമ്പോഴും അത് വ്യക്തമാക്കാനുള്ള തെളിവുകൾ അപേക്ഷയിലില്ല. മറ്റാവശ്യങ്ങൾ അടിയന്തര പ്രാധാന്യം ഉള്ളതുമല്ല. പിന്നെന്തിനാണ് ഇത്ര ധൃതി? പോലീസ് കമ്മീഷണർ തെളിവുകൾ നശിപ്പിച്ചുവെന്ന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടിയെടുക്കുമെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. തുടർന്ന് കേസ് പരിഗണിക്കുന്നത് നാളെ രാവിലത്തേക്ക് മാറ്റി. ഇന്ന് തന്നെ പരിഗണിക്കണമെന്ന സോളിസിറ്റർ ജനറലിന്റെ ആവശ്യവും കോടതി തള്ളി. ന്യൂസ് ബ്യൂറോ, ദില്ലി. മോദിക്കെതിരെ നിതിൻ ഗഡ്കരിയുടെ ഒളിയമ്പ്. കുടുംബം നോക്കാത്തവർക്ക് രാജ്യം നന്നാക്കാൻ കഴിയില്ലെന്ന് നിതിൻ ഗഡ്കരി. തന്റെ ജീവിതം പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി നീക്കിവച്ചിരിക്കുന്നുവെന്നാണ് ചിലർ പറയുന്നത്. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് രാജ്യം നന്നാക്കുകയാണ് വേണ്ടതെന്നും ഗഡ്കരി പറയുന്നു. നാഗ്പൂരിൽ ABVPയുടെ മുൻ പ്രവർത്തകരുമായി നടന്ന സംവാദത്തിനിടയിലായിരുന്നു കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വീണ്ടും പരോക്ഷ വിമർശനം ഉയർത്തിയത്. കുടുംബത്തെ മാന്യമായി നോക്കാൻ കഴിയാത്തവർക്ക് രാജ്യം ഭരിക്കാനാകില്ല. തന്റെ ജീവിതം പാർട്ടിക്കും കുടുംബത്തിനും വേണ്ടിയാണെന്ന് ചിലർ പറയുന്നു. ഇത് ശരിയല്ല. ആദ്യം കുടുംബത്തെ സംരക്ഷിക്കണം, പിന്നീട് വേണം രാജ്യം നന്നാക്കാൻ ഇറങ്ങേണ്ടതെന്നുമാണ് ഗഡ്കരി വ്യക്തമാക്കിയത്. അതേസമയം രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങൾക്ക് സ്വപ്നങ്ങൾ വിൽക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ നൽകിയിട്ട് അത് നടപ്പിലാക്കാൻ കഴിയില്ലെന്നും കഴിഞ്ഞ ദിവസം അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ഈ പരാമർശം പ്രധാനമന്ത്രിയെ ഉദ്ദേശിച്ചായിരുന്നുവെന്നും അന്നും വിമർശനമുയർന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പുതിയ പരാമർശം നടത്തിയത്. അതേസമയം ഗഡ്കരിയെ മുന്നിൽ നിർത്തി RSS നേതൃത്വത്തിന്റെ ചരടുവലിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ നിതിൻ ഗഡ്കരി ആയിരിക്കുമെന്ന സൂചന ചില കോണുകളിൽ നിന്ന് ഉയർന്നിട്ടുമുണ്ട്.
തെരഞ്ഞെടുപ്പിന് ശേഷം BJPക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിലോ സർക്കാർ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മോദിക്ക് ഗഡ്കരി വെല്ലുവിളി ഉയർത്തുമെന്ന നിരീക്ഷണവും ഇതിന് പിന്നിലുണ്ട്. ന്യൂസ് ഡെസ്ക്. NSSന്റെ വിരട്ടൽ CPIM-നോട് വേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട, BJPയെ സഹായിക്കാനാണ് കോൺഗ്രസ് ജാഥ നടത്തുന്നത്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് BJPയുമായി രഹസ്യബന്ധം സ്ഥാപിച്ചുവെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. NSS നടത്തേണ്ടത് സമുദായ പ്രവർത്തനമാണെന്നും രാഷ്ട്രീയ പ്രവർത്തനം നടത്തണമെങ്കിൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. മുൻപ് NSS ഉണ്ടാക്കിയ രാഷ്ട്രീയ പാർട്ടി ഉൾപ്പെടുന്ന മുന്നണിയെ LDF തോൽപ്പിച്ചിരുന്നു. NSS നേതൃത്വത്തിന്റെ തെറ്റായ നിലപാടുകളെ അവരുടെ അണികളെ ഉപയോഗിച്ച് പരാജയപ്പെടുത്തും. NSSന്റെ വിരട്ടൽ CPIM-നോട് വേണ്ട. സുകുമാരൻ നായർ നിഴൽ യുദ്ധം നടത്തേണ്ട എന്നും കോടിയേരി പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇടപെടാൻ NSS ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ NSS രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാവണം. നേരത്തെ NSS ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിരുന്നു, NDP. ആ NDPയുമായി ചേർന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി 1982-ൽ NDPയും കൂടി ചേർന്ന മുന്നണി UDF ഇവിടെ കേരളത്തിലുണ്ടായിരുന്നു. ആ മുന്നണിയെ NDP കൂടിയുള്ള മുന്നണിയെ തോൽപ്പിച്ചുകൊണ്ടാണ് 1987-ൽ ആ ജാതിമത ശക്തികളുടെ കൂട്ടുകെട്ടിനെ ഇടതുപക്ഷം പരാജയപ്പെടുത്തിയത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ NSS മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള വിരട്ടലിന്റെ മുമ്പിലും ഭയപ്പെടുത്തലിന്റെ മുമ്പിലും CPIM അതിന് വിധേയമാകാൻ പോകുന്നില്ല. KPCC ജാഥ നടത്തുന്നത് BJP അണികളെ ആകർഷിക്കാനാണെന്നും കോടിയേരി ആരോപിച്ചു. UDFും BJPയും തമ്മിൽ രഹസ്യ ധാരണയിലാണ്. ചില മണ്ഡലങ്ങളിൽ ചില കോൺഗ്രസ് നേതാക്കൾ BJP RSSുമായി രഹസ്യബന്ധം സ്ഥാപിച്ചതായും കോടിയേരി പറഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇപ്പോൾ തന്നെ ചില കോൺഗ്രസ് നേതാക്കന്മാർ RSSുമായിട്ടുള്ള രഹസ്യബന്ധം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താനുള്ള നീക്കമാണ് KPCC പ്രസിഡന്റ് ആരംഭിച്ചിട്ടുള്ള യാത്രയിൽ ഉയർത്തുന്ന പ്രചരണ പരിപാടികൾ. ബംഗാൾ സംഭവം മോദിയും മമതയും തമ്മിലുള്ള ഒത്തുകളിയാണെന്നും കോടിയേരി കുറ്റപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കെ സുധാകരനെ തള്ളിപ്പറഞ്ഞു KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. കേരളത്തിൽ പ്രധാന മത്സരം LDFും UDFും തമ്മിലാണ്. മത്സരം UDFും BJPയും തമ്മിലാണെന്ന് കെ സുധാകരൻ നേരത്തെ പറഞ്ഞിരുന്നു. ഈ പരാമർശത്തെയാണ് മുല്ലപ്പള്ളി തള്ളിയത്. സത്യത്തിൽ കേരളം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇന്നലെയും പറഞ്ഞല്ലോ, ഇന്നലെ നിങ്ങൾ കണ്ടപ്പോഴും പറഞ്ഞല്ല, ഒരു ദ്വിമുഖമായ പോരാട്ടമാണ് ഞങ്ങൾ കേരളത്തിൽ നടത്താൻ പോകുന്നത്. ഒന്ന് BJP, അതുപോലെ തന്നെ CPM. അതിന് CPM-ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന കാര്യത്തിൽ എനിക്ക് അല്പം പോലും സംശയമില്ല. ഒരു കെട്ടുറപ്പുള്ള സംഘടന എന്ന രൂപത്തിൽ സംഘടനാ ശേഷി അവർക്കുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അണികളാകെ ഫ്രസ്ട്രേറ്റഡാണ്, അണികൾ നിരാശരാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ എടുക്കുന്ന നിലപാട്, ഫാസിനെതിരായിട്ട് പോരാട്ടത്തിൽ CPM എടുക്കുന്ന നിഷേധപൂർണ്ണമായ നിലപാടിലൊക്കെ തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് ആളുകളാകെ ദുഃഖിതരാണ്. അവരുടെ മനസ്സ് പലപ്പോഴും വായിച്ചെടുക്കാൻ എനിക്ക് സൗഹൃദ സംഭാഷണ വഴിയിലൊക്കെ തന്നെ സാധിച്ചിട്ടുണ്ട്. കോട്ടയം ഇക്കുറി ആരുടെ കോട്ടയാകും? ഇടതു വലതു മുന്നണികൾ ഒരേപോലെ പ്രതീക്ഷയിലാണ്. സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്കും കുറവില്ല. ഉറച്ച വിശ്വാസം പെട്ടിയിൽ വോട്ടാകുമോ എന്ന് BJPക്കും ഉറപ്പില്ല. കോട്ടയം ജില്ലയിലെ പാലാ, കടുത്തുരുത്തി, വൈക്കം, ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നീ നിയമസഭാ മണ്ഡലങ്ങളും എറണാകുളം ജില്ലയിലെ പിറവവും ഉൾക്കൊള്ളുന്നതാണ് കോട്ടയം ലോക്സഭാ മണ്ഡലം. ഭാവിയിലെ മന്ത്രിസ്ഥാനം കണ്ട് ജോസ് കെ മാണി രാജ്യസഭയിലേക്ക് മാറിയത് മണ്ഡലത്തെ അനാഥമാക്കി. കേന്ദ്രാവിഷ്കൃത പദ്ധതി നടത്തിപ്പിൽ മണ്ഡലം പിന്തള്ളപ്പെട്ടതിന് ഇതൊരു കാരണമായെന്ന് പഴി പറയുന്നവർ മാണിയുടെ പാളയത്തിൽ തന്നെയുണ്ട്. ബാർക്കോഴ വിവാദം, കോൺഗ്രസ് വിരുദ്ധ നിലപാടുകൾ എന്നിവ മാണിക്കെതിരെ UDFിൽ സൃഷ്ടിച്ച ഇഷ്ടക്കുറവ് പെട്ടെന്ന് മാറുകയുമില്ല. കേരള കോൺഗ്രസിലെ ഭിന്നത, മാണി ജോസഫ് തമ്മിലുള്ള ഐക്യം നഷ്ടപ്പെട്ട ഒരവസ്ഥ, ബാർക്കോഴ ആരോപണം, UDFിൽ കോൺഗ്രസിനുമായുള്ള ബന്ധത്തിന്റെ ഒലച്ചിൽ, ഇതൊക്കെ തന്നെ ഈ സീറ്റിൽ ഒരു നല്ല സ്ഥാനാർത്ഥി നിർത്തി ജയിപ്പിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിലാണ് കേരള കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് പോകുന്നത്. 1952 മുതൽ നടന്ന 16 പൊതുതെരഞ്ഞെടുപ്പുകളിൽ 5 തവണ കോട്ടയം ഇടതിനൊപ്പം നിന്നു. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ജില്ലയിൽ മികച്ച പ്രകടനം നടത്താൻ ഇടതുപക്ഷത്തിനായി. ജില്ലാ പഞ്ചായത്തിലെ ഇടതുമുന്നണി അംഗസംഖ്യ 4-ൽ നിന്ന് 8 ജില്ലയിൽ കഴിഞ്ഞ തവണ 13 ഗ്രാമപഞ്ചായത്തുകൾ ഉണ്ടായിരുന്ന ഇടതുമുന്നണി ഇത്തവണ എണ്ണം 27 വർദ്ധിപ്പിച്ചു.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF മണ്ഡലങ്ങളായ പാല, ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം എന്നിവിടങ്ങളിൽ മുന്നേറ്റം നടത്താനും മികച്ച ഭൂരിപക്ഷത്തിൽ വൈക്കത്തും ഏറ്റുമാനൂരും വിജയിച്ചതും LDF-ന് ഏറെ ആത്മവിശ്വാസം നൽകുന്നു. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷം വിജയിച്ചിരിക്കുന്ന 2 മണ്ഡലങ്ങൾ, അതായത് വൈക്കവും ഏറ്റുമാനൂരും വ്യക്തമായ ലീഡ് നേടി കഴിഞ്ഞാൽ വിജയിച്ച മണ്ഡലമാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി, പുതുപ്പള്ളി, പിറവം ഈ മണ്ഡലങ്ങൾ, പാല, അപ്പോൾ ഈ മണ്ഡലങ്ങളിൽ തന്നെ ഇടതുപക്ഷത്തിന് നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് ഒരിക്കലും ഒരു ബാലികാറാമലയല്ല കോട്ടയം മണ്ഡലം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇടതുമുന്നണി ഈ സീറ്റ് നൽകിയിട്ടുള്ളത് ജനതാദൾ എസിനാണ്. മതസ്വാധീനം ഏറെയുള്ള മണ്ഡലത്തിൽ ശബരിമലയും പിറവം പള്ളിയും പ്രചരണ വിഷയങ്ങൾ തന്നെയാണ്. ശബരിമല യുവതീ പ്രവേശന വിഷയം ശരണമന്ത്രമാക്കിയ BJPക്ക് തെരഞ്ഞെടുപ്പ് പാത ഇനിയും കല്ലും മുള്ളും നിറഞ്ഞതാണെന്ന് കണക്കുകൾ സാക്ഷ്യം നൽകുന്നു. മുൻ തിരഞ്ഞെടുപ്പുകളിൽ BJPക്ക് കാര്യമായ മുന്നേറ്റങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിയാതെ പോയ മണ്ഡലമാണ് കോട്ടയം. 2004 7.5% വോട്ടുണ്ടായിരുന്ന പാർട്ടി 2009 4.6%, 2014 5.3% ഇടിഞ്ഞു. പലകുറി വിജയിച്ച മണ്ഡലമായതിനാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് കോട്ടയം ലോക്സഭാ മണ്ഡലം ഒരു ബാലികേറാമലയല്ല. അതേസമയം UDF-ലേക്കുള്ള മാണിയുടെ മടങ്ങിവരവും അത് കോൺഗ്രസിനുള്ളിൽ സൃഷ്ടിച്ച ചേരിതിരിവും ജോസ് കെ മാണി മണ്ഡലം അനാഥമാക്കി പോയി എന്നുള്ള ജനവികാരവുമെല്ലാം തന്നെ UDF-ൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുന്നു. ഒപ്പം ഈ മണ്ഡലത്തിന്റെ ചരിത്രത്തിൽ 1,00,000-ലധികം വോട്ടിലേക്ക് കടക്കാൻ BJPക്കുമായിട്ടില്ല. ക്യാമറമാൻ സംജിത് ആർപ്പുക്കരയോടൊപ്പം കോട്ടയത്തു നിന്നും TP പ്രശാന്ത്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം PSC മുഖാന്തരം 90,183 പേർക്ക് നിയമന ശുപാർശ നൽകിയെന്ന് മുഖ്യമന്ത്രി. 2018 ഡിസംബർ വരെയുള്ള കണക്കാണിത്. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നതിലെ കാലതാമസം ഒഴിവാക്കാനായി വകുപ്പ് പരിശോധനയും ശക്തിപ്പെടുത്തിയിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി സഭയെ അറിയിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം പബ്ലിക് സർവീസ് കമ്മീഷൻ മുഖേനയുള്ള നിയമനങ്ങൾ ത്വരിതപ്പെടുത്തുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചു വരികയാണ്. ഒഴിവുകൾ കൃത്യമായും യഥാസമയത്തും റിപ്പോർട്ട് ചെയ്യുന്നതിനും റാങ്ക് ലിസ്റ്റുകളിൽ നിന്നും പരമാവധി നിയമനം ഉറപ്പുവരുത്തുന്നതിനും ഇതിലൂടെ കഴിഞ്ഞതായും മമ്മൂട്ടിയുടെ ശ്രദ്ധ ക്ഷണിക്കലിന് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയെ അറിയിച്ചു. 2018 ഡിസംബർ വരെ 90,183 പേർക്ക് നിയമന ശുപാർശ നൽകി. ഇക്കാലയളവിൽ വിദ്യാഭ്യാസ വകുപ്പിൽ 4,434 ആരോഗ്യ വകുപ്പിൽ 4,217 ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലായി 18,896 പുതിയ തസ്തികകൾ സൃഷ്ടിച്ചു. മാത്രമല്ല വിവിധ സ്ഥാപനങ്ങളിലേക്കുള്ള നിയമനങ്ങൾ PSC മുഖാന്തരമാക്കുന്നതിന് നടപടി സ്വീകരിക്കുകയും ചെയ്തു. നിയമനം PSCക്ക് വിട്ട സ്ഥാപനങ്ങളിൽ നിയമനം നടത്തുന്നതിന് അടിയന്തരമായി സ്പെഷ്യൽ റൂൾസ് രൂപീകരിക്കാൻ വകുപ്പുകൾക്ക് കർശന നിർദ്ദേശം നൽകി. 2019 പ്രതീക്ഷിത ഒഴിവുകൾ ജനുവരി 31 മുൻപ് റിപ്പോർട്ട് ചെയ്യുവാനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യുന്നത് ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര അഡ്മിനിസ്ട്രേറ്റീവ് വിജിലൻസ് സെൽ വകുപ്പുകളിൽ പരിശോധന നടത്തുന്നുണ്ട്. ഇക്കാര്യത്തിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥരോട് വിശദീകരണം തേടുകയും സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ശബരിമലയിലെ ആചാര വിശ്വാസ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം തന്ത്രിയിൽ മാത്രം നിക്ഷിപ്തമല്ലെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയെ അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങളിൽ ലംഘനമുണ്ടായാൽ തന്ത്രിയുമായി കൂടിയാലോചിച്ച് ദേവസ്വം ഉദ്യോഗസ്ഥരാണ് ശുദ്ധിക്രിയാ നടപടികൾ സ്വീകരിക്കേണ്ടതെന്നും മന്ത്രി വ്യക്തമാക്കി. ദേവസ്വം മാനുവൽ അനുസരിച്ച് തന്ത്രിയെയും ജീവനക്കാരെ പോലെ കണക്കാക്കണമെന്നും മന്ത്രിസഭയെ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വരുമാനത്തിൽ 100 കോടി രൂപയുടെ കുറവുണ്ടായതായും ദേവസ്വം മന്ത്രി അറിയിച്ചു. ശബരിമല തന്ത്രി ദേവസ്വം ജീവനക്കാരനല്ലെന്നും ബോർഡിന്റെ മാനുവൽ അനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥനാണെന്നും ദേവസ്വം മന്ത്രി സഭയിൽ രേഖാമൂലം അറിയിച്ചു. ആചാരാനുഷ്ഠാനങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നടയടച്ച് പരിഹാരക്രിയ ദേവസ്വം മാനുവൽ വ്യവസ്ഥ ചെയ്യുന്നില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ശബരിമല തന്ത്രി പദവി പരമ്പരാഗതമായി താഴമൺ കുടുംബത്തിന് വന്നു ചേർന്നതാണെന്ന കാര്യം സിവിൽ കോടതി ശരിവച്ചിട്ടുണ്ടെന്നും ദേവസ്വം മന്ത്രി മറുപടി നൽകി. 2017-2018 സാമ്പത്തിക വർഷത്തിനേക്കാൾ വരുമാനത്തിൽ 100 കോടി രൂപയുടെ കുറവാണ് ശബരിമലയിലുണ്ടായത്. 180.19 കോടി രൂപയാണ് ഇത്തവണത്തെ വരുമാനം. കഴിഞ്ഞ വർഷം ഇത് 279.44 കോടി രൂപയായിരുന്നു. അംഗങ്ങളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, കെ മുരളീധരൻ എന്നിവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വിമാനത്താവള വികസന വിഷയത്തിൽ സർക്കാരിന് വിവേചനമില്ലെന്നും ആശങ്ക വേണ്ടെന്നും മുഖ്യമന്ത്രി. വികസനത്തിന് വിമാനത്താവളങ്ങൾ അത്യാവശ്യമാണ്. കരിപ്പൂർ വിമാനത്താവള വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് സഭയിൽ മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി.
കരിപ്പൂർ വിമാനത്താവളത്തോട് കേന്ദ്ര സംസ്ഥാന സർക്കാർ അവഗണന കാട്ടുന്നുവെന്ന് കാണിച്ച് പ്രതിപക്ഷത്തു നിന്നും MK മുനീറാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിയത്. മുഖ്യമന്ത്രി കണ്ണൂരിന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല എന്ന കാര്യം ഓർക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ മുനീർ മുഖ്യമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിന് അമിത പ്രാധാന്യവും താൽപര്യവും കാട്ടുന്നുവെന്ന് ആക്ഷേപമുന്നയിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ വിമാന ഇന്ധന നികുതി കുറവാണ്. കണ്ണൂർ വിമാനത്താവളത്തിന് നൽകിയ ഇളവ് കരിപ്പൂർ വിമാനത്താവളത്തിനും ഇന്ധന നികുതിയുടെ കാര്യത്തിൽ നൽകണമെന്നും മുനീർ ആവശ്യപ്പെട്ടു. കണ്ണൂരിന് അങ്ങയുടെ സമ്മർദ്ദത്തിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സും ഇത് ഉഡാനാണോ എന്ന് ചോദിച്ചാൽ ഉഡാനാണ്, ഉഡാനല്ലേ എന്ന് ചോദിച്ചാൽ ഉഡാനല്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു എയർപോർട്ടായി കണ്ണൂർ മാറിയിട്ടുണ്ട്. അതിന് ധാരാളം താല്പര്യമെടുക്കുന്നുണ്ട്. ഇതേ താല്പര്യത്തിന്റെ ഒരു അംശം മാത്രമേ ഞങ്ങൾ കാലിക്കറ്റ് എയർപോർട്ടിന് ചോദിക്കുന്നുള്ളൂ. തെറ്റായ ചിത്രം വരച്ചു കാട്ടാൻ മുനീർ ശ്രമിക്കുന്നുവെന്ന് പറഞ്ഞായിരുന്നു മുഖ്യമന്ത്രി തന്റെ മറുപടി പ്രസംഗം ആരംഭിച്ചത്. കരിപ്പൂർ വിമാനത്താവള വികസനത്തിന് 137 ഏക്കർ ഭൂമിയാണ് ഏറ്റെടുക്കേണ്ടത്. ഇതിനെ എതിർക്കാതെ മുനീർ അടക്കമുള്ള ജനപ്രതിനിധികൾ അനുകൂല നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുതിയ വിമാനത്താവളമെന്ന നിലയിൽ താൻ കണ്ണൂരിന്റെ കാര്യത്തിൽ പ്രത്യേക താൽപര്യം എടുത്തിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കി. ഒപ്പം മറ്റു വിമാനത്താവളത്തിന്റെ വികസന വിഷയത്തിലും താൽപര്യമെടുക്കുന്നുണ്ടെന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അവിടെ സ്ഥലമെടുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടപെടലുണ്ടാകുന്നത്. സർ, അത് ആ കാര്യത്തിൽ മാത്രമല്ല, ഇതുപോലെ മുടങ്ങിക്കിടന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടായി. കണ്ണൂർ എയർപോർട്ടിന് ഞാനെന്തോ അമിതമായ താല്പര്യം എടുക്കുന്നതാണ്. അമിതമായ താല്പര്യം എടുത്തിട്ടുണ്ട്. എന്താ അമിതമായ താല്പര്യം എടുക്കാൻ പാടില്ല? ഒരു പുതിയ വിമാനത്താവളം വരണം എന്നുള്ള കാര്യത്തിൽ കണ്ണൂർ വിമാനത്താവളം യാഥാർത്ഥ്യമാകുന്നതിന് വേണ്ടി താല്പര്യം എടുത്തിട്ടുണ്ട്. ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമില്ലേ ഇത്? ഈ നാടിന്റെ വികസനത്തിന് ആവശ്യമില്ല എന്നാണോ പറയുന്നത്? സർ, കണ്ണൂർ വിമാനത്താവളത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇനിയിപ്പോ ശബരിമലയിൽ ഒരു വിമാനത്താവളം പറ്റുമെന്നുള്ളത് നോക്കുന്നില്ലേ നമ്മൾ? മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പിന്നീട് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. KSRTCയിലെ റിസർവ് കണ്ടക്ടർ തസ്തികയിൽ PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവരെ നിയമിക്കണമെന്ന് ഹൈക്കോടതി. PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ നൽകിയ അപ്പീലുകൾ അനുവദിച്ചാണ് ഡിവിഷൻ ബെഞ്ച് വിധി. അതേസമയം ഒഴിവുള്ള തസ്തികകളിൽ എംപാനൽഡുകാരെ നിയമിക്കണമെന്ന ആവശ്യം ഹൈക്കോടതി നിരസിച്ചു. എന്നാൽ എംപാനൽഡുകാർക്ക് അവരുടെ അവകാശം നേടിയെടുക്കുന്നതിന് നിയമാനുസൃതം നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. KSRTC കണ്ടക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട 2 ഹർജികളിലാണ് ഹൈക്കോടതി വിശദമായ വാദം കേട്ട് വിധി പറഞ്ഞത്. ഒഴിവുള്ള തസ്തികകളിൽ തങ്ങളെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് പിരിച്ചുവിടപ്പെട്ട എംപാനലിലെ കണ്ടക്ടർമാർ നൽകിയ ഹർജിയിലും PSC അഡ്വൈസ് മെമ്മോ ലഭിച്ചിട്ടും നിയമനം നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി പാലക്കാട് സ്വദേശി ആന്റണി സ്റ്റെജോ ഉൾപ്പെടെയുള്ള നൽകിയ അപ്പീൽ ഹർജിയിലുമാണ് കോടതി വാദം കേട്ടത്. പിരിച്ചുവിടപ്പെട്ടവരെ ഒഴിവുള്ള തസ്തികകളിൽ നിയമിക്കണമെന്ന എംപാനലുകാരുടെ ആവശ്യം കോടതി നിരസിക്കുകയായിരുന്നു. KSRTC കണ്ടക്ടർ നിയമനം PSC വഴി മാത്രമേ പാടുകയുള്ളൂവെന്ന് വ്യക്തമാക്കിയ കോടതി PSC റാങ്ക് ഹോൾഡേഴ്സ് കേസിലെ സുപ്രീം കോടതി വിധി KSRTCക്കും ബാധകമാണെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം എംപാനൽ കണ്ടക്ടർമാർ ഇത്രയും വർഷം ജോലി ചെയ്തതിനാൽ അവർക്ക് നിയമപരമായ അവകാശങ്ങളുണ്ട്. അത് സ്ഥാപിച്ചു കിട്ടാൻ അവർക്ക് ലേബർ കോടതിയെയോ ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിനെയോ സമീപിക്കാമെന്നും കോടതി വ്യക്തമാക്കി. എംപാനലുകാർക്ക് KSRTC തെറ്റായ പ്രതീക്ഷ നൽകിയെന്ന് കോടതി വിമർശിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി നിയമിക്കുന്ന താൽക്കാലികക്കാരുടെ സർവീസ് 180 ദിവസത്തിൽ കൂടരുതെന്നാണ് സർവീസ് ചട്ടം. തുടർന്ന് KSRTCയിലെ ഒഴിവുകൾ സമയബന്ധിതമായി PSCക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നും ജസ്റ്റിസുമാരായ V. ചിദംബരേഷ്, R. നാരായണ പിഷാരടി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് വിധിയിൽ നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. എംപാനൽഡ് വിഷയത്തിലെ കോടതി വിധി ജീവനക്കാരുടെ കാരുണ്യമില്ലാത്തതെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. വിധിയെ മറികടന്ന് സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല. ഈ സാഹചര്യത്തിൽ സമരം തുടരുന്നതിൽ അർത്ഥമുണ്ടോ എന്നത് അവർ ആലോചിക്കണമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു. എംപാനൽ ജീവനക്കാരോട് ഒരു കാരുണ്യവുമില്ലാത്ത ഒരു വിധിയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു അനുകൂല നിലപാട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടാകുമെന്നൊരു പ്രതീക്ഷയായിരുന്നു സർക്കാരിന് ഉണ്ടായിരുന്നത്. കോടതി വിധി ഇങ്ങനെ വന്നിട്ടും ഈ സമരമാർഗങ്ങൾ തുടരുന്നത് സഹായകമാകുമോ എന്നവർ ഒരു പുനരാലോചന നടത്തുന്നത് നന്നായിരിക്കും. ഗവൺമെൻറ് ആ വിധി പരിശോധിക്കട്ടെ. പരിശോധിച്ചിട്ട് എന്തെങ്കിലും പോംവഴിയുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഗവൺമെൻറ് തയ്യാറാണ്. കോടതി വിധിയെ ധിക്കരിക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ സർക്കാരിന് കഴിയുമോ എന്നൊരു നിയമപരമായ പ്രശ്നമുണ്ട്. ഇലക്ട്രോണിക്
ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട ആശങ്കകൾ അറിയിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് സ്ലിപ്പുകൾ എണ്ണണം, സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള വോട്ട് വ്യത്യാസം 5%മെങ്കിൽ മുഴുവൻ സ്ലിപ്പുകളും എണ്ണണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിൽ ഉന്നയിക്കും. അതേസമയം ബംഗാളിൽ BJP നേതാക്കളുടെ പരിപാടികൾക്കും യാത്രയ്ക്കും സംസ്ഥാന സർക്കാർ അനുമതി നിഷേധിക്കുന്നതിൽ ഇടപെടണമെന്നാവശ്യപ്പെട്ട് BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടു. ആന്ധ്രാപ്രദേശിൽ ജനാധിപത്യം അട്ടിമറിക്കുന്ന സംസ്ഥാന സർക്കാർ നീക്കത്തിൽ ഇടപെടൽ ആവശ്യപ്പെട്ട് YSR കോൺഗ്രസും രാവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു. ടൊറീനോ അഡ്വർടൈസിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ സുലേഖ ദാവൂദിന് വാരണാസിയിൽ നടന്ന പ്രവാസി ദിവസിൽ പ്രസിഡന്റ് ശ്രീ രാംനാഥ് കോവിന്ദ് പ്രവാസി ഭാരതീയ സമ്മാൻ നൽകി ആദരിച്ചു. സുലേഖ ഹെൽത്ത് കെയർ ഗ്രൂപ്പിന്റെ സ്ഥാപക ചെയർപേഴ്സൺ കൂടിയാണ് ഡോക്ടർ സുലേഖ. UAE ഗവൺമെന്റിന്റെ നിരവധി അംഗീകാരങ്ങളും സുലേഖയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ലോകത്തെ സ്വാധീനിച്ച 20 ഗ്ലോബൽ ഇന്ത്യൻ വനിതകളിൽ ഒരാളായും ഡോക്ടർ സുലേഖയെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. 2019 മണപ്പുറം മിസ് സൗത്ത് ഇന്ത്യ കിരീടം കേരളത്തിന്റെ നികിത തോമസ് കരസ്ഥമാക്കി. തരണി കലിംഗരായ ഫസ്റ്റ് റണ്ണറപ്പും ദീപ തോമസ് സെക്കൻഡ് റണ്ണറപ്പുമായി. തെന്നിന്ത്യയുടെ സൗന്ദര്യറാണിയെ കണ്ടെത്താനായി ഡോക്ടർ അജിത് രവി നടത്തിയ 17ാമത് മിസ് സൗത്ത് ഇന്ത്യ സൗന്ദര്യ മത്സരത്തിലാണ് ഇവർ ജേതാക്കളായത്. പെഗാസസിന്റെയും റോട്ടറി ക്ലബ്ബ് ഓഫ് കോയമ്പത്തൂർ ടെക് സിറ്റിയുടെയും സംയുക്ത സംരംഭത്തിൽ സംഘടിപ്പിച്ച മിസ് സൗത്ത് ഇന്ത്യ 2019 മുഖ്യപ്രയോജകർ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡാണ്. DQ വാച്ചസ്, സാജ് എർത്ത് റിസോർട്ട്, UT വേൾഡ് ഇൻ, ജോസ്കോ ജുവലേഴ്സ് എന്നിവരാണ് പവേർഡ് ബൈ പാർട്ട്നേഴ്സ്. മിസ് സൗത്ത് ഇന്ത്യ വിജയിക്ക് മുൻ ജേതാവ് ലക്ഷ്മി മേനോനും ഫസ്റ്റ് റണ്ണറപ്പിനും സെക്കൻഡ് റണ്ണറപ്പിനും മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡ് MD ആൻഡ് CEO VB നന്ദകുമാറും കിരീടമണിയിച്ചു. ഫെബ്രുവരി 3-ന് കോയമ്പത്തൂർ ലേ മെറിഡിയൻ ഹോട്ടലിൽ നടന്ന മത്സരത്തിൽ ദക്ഷിണേന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിൽ നിന്നായി 24 സുന്ദരിമാരാണ് മാറ്റുരച്ചത്. റിസർവ് ബാങ്ക് റിട്ടയർഡ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രത്യാശ റിട്ടയർമെന്റ് ഹോം പദ്ധതി യാഥാർത്ഥ്യമായി. ആലുവയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടനം റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണർ NS വിശ്വനാഥൻ നിർവഹിച്ചു. റിസർവ് ബാങ്കിൽ നിന്നും വിരമിച്ച് വിശ്രമ ജീവിതം നയിക്കുന്നവർക്കായി അസോസിയേഷൻ കൊച്ചി യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് ആലുവയിൽ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിച്ചത്. ഒരേക്കർ സ്ഥലത്ത് 68 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ളാറ്റും പരിസരവും ഹരിതമേഖലയാക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി അസോസിയേഷൻ പ്രവർത്തകർ വൃക്ഷത്തൈ നട്ട് തുടക്കം കുറിക്കുകയും ചെയ്തു. അസോസിയേഷൻ ഭാരവാഹികളായ PN നന്ദകുമാർ, PA പൗലോസ്, റിസർവ് ബാങ്ക് റീജിയണൽ ഡയറക്ടർ MS N സ്വാമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.